ഇവിടുന്ന് ഇങ്ങനെ പോകുമ്പോൾ മംഗലാപുരത്തെത്തുമുണ്ട് വളച്ചിൽ എന്ന് പറഞ്ഞൊരു പ്രദേശമുണ്ട്. വളച്ചിൽ കേട്ടോ നിങ്ങളുടെ നാടാ, പക്ഷെ ഞാനാ പറയണത്. അവിടെ 10 കൊല്ലം മുമ്പ് പ്രസംഗിക്കാൻ പോയി വളച്ചില്. അപ്പൊ വളച്ചില് ഒരു വളവില് ഒരു ജാറുണ്ട് താഴത്ത്, ഒരു കുണ്ടില്. ആ കുണ്ടിലെ ജാറത്തിനകത്ത് ഒരു കൈ മാത്രമേ ഉള്ളൂ. ഈ കയ്യിൽ നിന്ന് നിങ്ങൾ എന്താ പ്രതീക്ഷിക്കണ കൂട്ടരെ? കൈ പറഞ്ഞാൽ കോൺഗ്രസിന്റെ ചിഹ്നമുണ്ട് കൈ, അത് കുറച്ചുകൂടി പ്രതീക്ഷ ഉള്ളത്. ഈ ജാറത്തിലെ കയ്യിൽ നിങ്ങൾ എന്താ പ്രതീക്ഷിക്കണത്? ഒന്നും പ്രതീക്ഷിക്കാല്ല. എന്നാൽ ആ കൈ നൽകിയവനായ അള്ളാഹുവിൽ നിന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. ആ കൈ നൽകിയവനായ അല്ലാഹുവിൽ നിന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. ശൈഖ് പറയാണ്, ഫഇദാ അറഫ്ത അന്ന അശ്ശിർക ഇദാ ഖാലതൽ ഇബാദതി അഫ്സദഹാ വഅഹ്ബതൽ അമൽ വസാറ സാഹിബുഹു മിനൽ ഖാലിദീന ഫിന്നാർ അറഫ്ത അന്ന അഹമ്മ മാ അലൈക മഅരിഫതു ദാലിക. ഇബാദത്തിൽ ശിർക്ക് കലർന്നാൽ, അല്ലാഹുവിന് മാത്രം നൽകേണ്ടിടത്ത് അല്ലാഹു അല്ലാത്തവരെ കൂടി പങ്കുചേർത്താൽ, അല്ലാഹുവേ പാപം പുറത്താലും, അല്ലാഹുവേ ഹിദായത്തിലാക്കിയാലും, അല്ലാഹുവേ എൻ്റെ കുടുംബത്തിന് സമാധാനം നൽകിയാലും, അല്ലാഹുവേ എൻ്റെ മകന് നല്ലൊരു ഇണയെ നൽകിയാലും, അല്ലാഹുവേ എൻ്റെ പൊന്നുമോൾക്ക് നല്ലൊരു ഭർത്താവിനെ നൽകിയാലും, അല്ലാഹുവേ ദമ്പതികളായ എൻ്റെ മക്കൾക്ക് നല്ല പിഞ്ചോമന മക്കളെ നൽകിയാലും, അല്ലാഹുവേ കടം വീട്ടിയാലും, അല്ലാഹുവേ പ്രതിസന്ധികൾ പരിഹരിച്ചാലും എന്ന് പറയേണ്ടടുത്ത് മുഹീദ്ദീൻ ശൈഖേ, മമ്പ്രന്തങ്ങളെ, മറമാടപ്പെട്ട് കിടക്കുന്ന കോഴിക്കോടിന്റെ പ്രദേശത്ത് മടവൂർ എന്ന് പറഞ്ഞ പ്രദേശത്ത് ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയ CMA എന്ന് വിളിച്ചാൽ, പ്രിയമുള്ളവർ, അതാണ് ഇബാദത്തിൽ പങ്കുചേർക്കൽ. അത് ശിർക്കാണ്, അത് കുഫറാണ്, അത് ഇസ്ലാമിക മില്ലത്തിൽ നിന്ന് പുറത്തു പോകുന്ന പ്രവൃത്തിയാണ്. അത് നിങ്ങളുടെ അമലുകൾ മുഴുവനും ബാത്തിലാക്കുന്ന പ്രവൃത്തിയാണ്. അല്ലാഹുവേ എന്ന് വിളിക്കേണ്ടടുത്ത് ശൈഖേ എന്ന് വിളിച്ചാൽ ഒരു കാര്യം എളുപ്പം. ചിലതൊക്കെ ഇങ്ങനെ പറഞ്ഞു പോയി മനസ്സിലാവും. നമ്മുടെ നാട്ടില് ഒരു വിഗ്രഹത്തിന്റെ മുന്നിൽ ഇങ്ങനെ ചെന്ന് നിൽക്കുന്ന ഒരാളുണ്ട്. നമ്മളെന്താ പറയാ? അത് ശിർക്കാന്നാ പറയാ, അല്ലേ? ഇങ്ങനെ നിന്നാ ശിർക്കാണ്. ഈ കൈ ഒന്നിങ്ങനെ ചെരിച്ച് വെച്ചിട്ട് തലക്കൊന്നിങ്ങനെ ആക്കിയിട്ട് കാല് കയറ്റി വെച്ചാൽ അപ്പോഴെന്ത് പറയും? അത് ശിർക്കാന്ന് പറയും. അത് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ 2 കൈ ഇങ്ങനെ കറക്റ്റായിട്ട് കാലിൻ്റെ അടിയിലൊക്കെ കെട്ടി, മൂക്കിൽ പഞ്ഞൊക്കെ വെച്ച്, പഞ്ഞി വെക്കണമെന്നൊന്നുമില്ല, നാട്ടിൽ കാട്ടിക്കൂട്ടലൊക്കെ ഉണ്ടോ, നേരെ കെട്ടിയിട്ട് ഖബർ കൊണ്ട് ഇറക്കിച്ചാൽ എങ്ങനെ കൂട്ടരെ അത് മാത്രം തൗഹീദാക? ഇതിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ശിർക്കാവുമെങ്കിൽ, ഇങ്ങനെ വരച്ചാൽ ശിർക്കാവുമെങ്കിൽ, അത് നേരെ ഖബർ കൊണ്ട് ഇറക്കിച്ചിട്ട് അതിന്റെ മേലെ ഒരു കുബ്ബ കെട്ടിയുണ്ടാക്കി അതിന്റെ മേലെ പച്ചപ്പുതപ്പിട്ട് മൂടി, അതിന്റെ കുബ്ബയുടെ മേലെ അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാം ആ ശൈഖിനോട് ചോദിക്കാനാണോ? അങ്ങനെ ചോദിച്ചാൽ അതെങ്ങനെ തൗഹീദാകാ? അതും പച്ച ശിർക്കല്ലേ? നിർത്തിട്ടാലും ചരിച്ചാലും ശിർക്കാവുമെങ്കിൽ അത് കടത്തി വെച്ചാലും ശിർക്കല്ലേ? യാ അല്ലാഹ്. ഇവിടെ ശൈഖ് പറഞ്ഞെന്താ, നിങ്ങള് ഇങ്ങനെ ശിർക്ക് ചെയ്തവൻ നരകത്തിൽ പോകും, ആ നരകത്തിൽ നിത്യവാസിയായിരിക്കുമെന്ന് നീ മനസ്സിലാക്കിയാൽ നീ ഏറ്റവും പ്രധാനപ്പെട്ട അറിവ് കരസ്ഥമാക്കിയിരിക്കുന്നു. ഈ ലോകത്തെ ഏറ്റവും നല്ല അറിവ് എന്താണെന്നറിയോ? ഇബാദത്ത് അല്ലാഹുവിനെ മാത്രമേ പാടുള്ളൂ. അതിലേതെങ്കിലും ഒന്ന് അല്ലാഹു അല്ലാത്തവർക്ക് മുഹമ്മദ് നബിയോടായാൽ, മുഹീദ്ദീൻ ശൈഖിനോടായാൽ, മമ്പ്രന്തങ്ങളോടായാൽ, ഈസാ നബിയോടായാൽ, ഇബ്രാഹിം നബിയോടായാൽ, മഹദ് മലക്കുകളോടായാൽ, ലാത്തയോടായാൽ, ഉസ്സയോടായാൽ, ഹുബുലിനോടായാൽ, കല്ലിനോടും തേളിനോടും പാമ്പിനോടും, അങ്ങനെ ഛേദനവും അഛേദനവുമായി ഗുണങ്ങളും ദോഷങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ശക്തിയോട് വസ്തുവോടായാൽ അല്ലാഹുക്ക് പുറമേ, അതാണ് ശിർക്ക്. അത് ശിർക്കാണ്. ആ ശിർക്ക് ലോകം, എൻ്റെ ദുനിയാവ്, എൻ്റെ ആഖിറം നശിപ്പിക്കുമെന്ന് ഒരാൾ മനസ്സിലാക്കിയാൽ ഏറ്റവും പ്രധാനപ്പെട്ട അറിവതാണ്. അതിനൊരു വൽഹാസിൽ ആകത്തുക പറഞ്ഞാൽ, നിന്നെ സൃഷ്ടിച്ചത് അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. അതിൽ ശിർക്ക് വന്നാൽ അമലുകൾ പൊളിഞ്ഞു പോകും, കർമ്മങ്ങൾ പൊളിഞ്ഞു പോകും, നരകത്തിൽ കാലാകാലം ജീവിക്കേണ്ടി വരും. അദ്ദേഹം പറയാണ്,